നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും കുറച്ചൊരു പുരോഗതി വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഉയർച്ചയിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ പലരും നിങ്ങളോട് അടുപ്പം കാണിച്ച് നിങ്ങൾക്കരികിലേക്ക് വരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകൾക്കും ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്ന് ചേർന്ന ആ ഒരു സമയത്ത്, അത് മുമ്പായാലും ഇപ്പോഴായാലും, അവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും ശരിക്കും എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങളോട് സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളത് ആർക്കെല്ലാമാണെന്നും നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചത് ആരെല്ലാമാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി വീണ്ടും വന്ന് ചേരുമ്പോൾ നിങ്ങളെ അകറ്റി നിർത്തിയ, നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ച ആളുകൾ വീണ്ടും നിങ്ങൾക്കരികിലേക്ക് വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ മറ്റുള്ളവർക്ക് ഒരാവശ്യം വരുമ്പോൾ അവിടെ സാമ്പത്തികമായിട്ടായാലും അല്ലാതെയും മുന്നിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുത്തിട്ടുള്ള വ്യക്തികളാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ സഹായിച്ചവരാരും തന്നെ നിങ്ങൾക്കൊരു സഹായവുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ലെന്നുള്ളതാണ്. പല കാരണങ്ങളും പറഞ്ഞ് അവർ നിങ്ങളെ അകറ്റി നിർത്താനാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ ഒരു സമയമാണ്, നിങ്ങളുടെ വിജയത്തിൻ്റെ സമയമാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഇത്തരമൊരു പരീക്ഷണ ഘട്ടം വന്ന് ചേർന്നത്, അല്ലെങ്കിൽ ഇത്തരമൊരു പരീക്ഷണ ഘട്ടത്തിലൂടെ പ്രപഞ്ചം നിങ്ങളെ കടത്തിവിട്ടത് തീർച്ചയായിട്ടും ജീവിതത്തെക്കുറിച്ചും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ചുമൊക്കെയുള്ള ശരിയായിട്ടുള്ള ഒരു ധാരണ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനാണെന്ന് തന്നെ വിശ്വസിക്കുക. ഒരുപക്ഷെ മുമ്പ് പണത്തിൻ്റെ വിലയറിയാതെ പണം ധാരാളമായിട്ട് ചിലവഴിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ യഥാർത്ഥ സ്വഭാവം, അവരുടെ മനസ്സിലിരിപ്പ് തിരിച്ചറിയാതെ വാരിക്കോരി അവരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒന്നും ആലോചിക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഓരോ കാര്യത്തിലും എടുത്തു ചാടി പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം തെറ്റായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ സ്വയം കണ്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ ധാരാളം അറിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. വളരെയധികം നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പലതിനെയും തിരിച്ചറിയാൻ കഴിയാതെ പോയതും പല അബദ്ധങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചതും. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും സ്നേഹത്തോടെ പെരുമാറിയാൽ അവർ നല്ലവരാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു. നിങ്ങൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് ആരെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ എങ്ങനെയെങ്കിലും അവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളിലെ അത്തരം രീതികളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന് ചേർന്ന ദുരനുഭവങ്ങൾ മൂലം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, മുമ്പ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ വീണ്ടും ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തുക. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്ന്. അപ്പോൾ ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ചെറിയൊരു ഉയർച്ചയിലേക്ക് നിങ്ങളിൽ പലരും എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഭയന്ന് മാറിയിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, അത്തരത്തിൽ ഭയന്ന് മാറിയിരിക്കാതെ നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനും അതിനെ മറികടക്കാനും നിങ്ങൾ ശ്രമിക്കുക എന്ന്. ഇവിടെ നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ
ഇവിടെ നിങ്ങളിലേക്ക് ജോലി, വിവാഹം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം അവസരങ്ങൾ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാതെ നന്നായിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ വളരെ കാലമായിട്ട് നിങ്ങൾ മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചില സ്വഭാവ രീതികളായിരിക്കാം, അതുപോലെ തന്നെ ചില ബന്ധങ്ങളായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ വിട്ടുകളഞ്ഞ് പലരും മുന്നോട്ട് പോകുന്നുണ്ട്. കൂടാതെ വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി മൂലം ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും വളരെയധികം ഊർജ്ജസ്വലത നിങ്ങൾക്ക് വന്ന് ചേരുന്ന ആ ഒരു സമയങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പാതി വഴിയിൽ നിർത്തി വച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. പലരും ഇപ്പോൾ വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ മുമ്പ് മറ്റ് വ്യക്തികളുടെ നിയന്ത്രണത്തിൽ ആയിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളിലെ മാനസികമായിട്ടുള്ളതായാലും നിങ്ങളുടെ സാഹചര്യങ്ങളിലായാലും അതേപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം തടസ്സങ്ങളൊക്കെ മാറി ആ ഒരു കാര്യത്തെ നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.